എല്ലാവർക്കും കുക്ക് ടേറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി തേങ്ങ വറുത്തരച്ച ചമ്മന്തിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ ഓപ്ഷൻ അമർത്തിയാൽ മാത്രമേ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ചുവന്ന മുളക് ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. മുൻപ് എൻ്റെ തൃശ്ശൂർ സ്റ്റൈൽ ഉള്ളി ചമ്മന്തി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. അതിൽ ചെയ്ത പോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ ചുവന്ന മുളക് വറുത്തെടുക്കുകയാണ്. തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയും ഇതും വ്യത്യാസമുണ്ട് കേട്ടോ. അതിൽ നമ്മൾ നാളികേരം അടുപ്പിലിട്ട് ചുട്ടതിന് ശേഷമാണ് അരയ്ക്കുക. പക്ഷെ നമുക്ക് നാളികേരം അടുപ്പിൽ വെച്ചിട്ടും നമുക്ക് ചുട്ടിട്ട് അരച്ചെടുക്കാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മുളക് മൂത്തിട്ടുണ്ട്, അത് മാറ്റുകയാണ്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അത്യാവശ്യം നന്നായിട്ട് മൂപ്പിക്കണം. ഇതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട്. ഇതിലോട്ട് ചെറിയ ഉള്ളി ചേർക്കുകയാണ്. ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂക്കണം കേട്ടോ. മൂപ്പ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് തന്നെ മാറും. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഉള്ളിയിലെ ജലാംശം പെട്ടെന്ന് പുറത്ത് വരും. അപ്പോൾ അത് പെട്ടെന്ന് മൂത്ത് കിട്ടും. നമ്മുടെ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില എത്രയോ ചേർക്കുന്നോ അത്രയും നമ്മുടെ ചമ്മന്തി ടേസ്റ്റ് ഉണ്ടാവും. കറിവേപ്പില മാത്രമല്ല നമ്മൾ പച്ചയ്ക്ക് കഴിക്കണം എന്നാണ് പറയുക. പക്ഷെ നമ്മളെല്ലാവരും കറികളിൽ നിന്ന് പുറത്തെടുത്തിടുകയാണ് ചെയ്യാറ്. അപ്പോൾ കറിവേപ്പില ഇതുപോലെ അരച്ച് കറികളിൽ ചേർത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. മുടിയൊക്കെ നന്നായിട്ട് വളരാൻ കറിവേപ്പില നല്ലതാണ്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയത് അത് ഒരു 1.25 കപ്പോളം ഉണ്ട് കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-2.5 മിനിറ്റോളം തേങ്ങ നമ്മൾ ചട്ടിയിലിട്ട് വറുത്തെടുക്കണം. ഒരുപാട് മൂപ്പിക്കാൻ പാടില്ല. ഒരുപാട് മൂപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ ചമ്മന്തിക്ക് ഒരു വറവ് ൻ്റെ ഒരു ടേസ്റ്റ് വരും. അതായത് നമ്മൾ കറിക്കൊക്കെ വറക്കില്ലേ, ആ ഒരു ടേസ്റ്റ് വരും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ചേർത്തത്. രണ്ടര മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. കുറച്ച് നേരത്തേക്ക് ഇതേ ചട്ടിയിൽ തന്നെ ഇരിക്കണം. അപ്പോഴേക്കും നമുക്ക് മുളക് തണ്ട് കളഞ്ഞിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് ഈ ചട്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മുളകിൻ്റെ കൂടെ ഇട്ടിട്ട് ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അരച്ചിട്ട് കാണിച്ചു തരാം. ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് കട്ടിയിലാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തൃശ്ശൂർ സൈഡോട്ടൊക്കെ നമ്മളിതുപോലെ കട്ടിയിലുണ്ടാക്കുമ്പോഴാണ് ചമ്മന്തി എന്ന് പറയുക. നമ്മൾ ലൂസായിട്ട് വെള്ളം പോലെ ഉണ്ടാക്കുമ്പോൾ നമ്മളത് ചട്നി എന്നാണ് വിളിക്കാറ്. ചില സ്ഥലത്ത് ചമ്മന്തിയും ചട്നിയൊക്കെ ഒന്നാണ്. ഇത് കാണുമ്പോൾ അത്ര സ്പൈസി ഒന്നും അല്ലെങ്കിലും സംഭവം സൂപ്പറാണ് കേട്ടോ. ദോശയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എനിക്ക് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് തരണം. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഒരുപാട് മൂപ്പിക്കരുത് നമ്മുടെ തേങ്ങ. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.